മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥികളെ ചൊല്ലി ബിജെപിയിലും സിപിഎമ്മിലും ഭിന്നത ശക്തമാണ്. KR ജയാനന്ദയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് പരാതിയുമായി കൂടുതൽ ഡിവൈഎഫ്ഐ കമ്മിറ്റികൾ രംഗത്തെത്തി. ഷാനവാസ് പാദൂരിനായി തെരുവിൽ ഇറങ്ങുമെന്നാണ് പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. ബിജെപിയിലാകട്ടെ കെ സുരേന്ദ്രൻ നടത്തുന്ന പരിപാടികൾ അറിയിക്കാറില്ലെന്ന പരാതിയുമായി ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി തന്നെ രംഗത്തെത്തി. മഞ്ചേശ്വരത്തെ ഇൻചാർജ് ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ML അശ്വിനി ആവശ്യപ്പെട്ടു. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ബിജെപിയിലും സിപിഎമ്മിലും മഞ്ചേശ്വരത്ത് ഒരുപോലെ ഭിന്നതയും പടലപ്പിണക്കങ്ങളും ശക്തമാണ് എന്നതാണ് ശ്രദ്ധേയം. ഇതിപ്പോൾ സദാനന്ദയുടെ പേരിലേക്ക് എത്തുമ്പോൾ ജയാനന്ദയുടെ പേരിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലൊക്കെയാണ് സിപിഎമ്മിനത് വെല്ലുവിളിയാകുന്നത്? ഇപ്പോൾ ഡിവൈഎഫ്ഐ നേരിട്ട് തന്നെ തെരുവിലേക്ക് ഇറങ്ങുമെന്നുള്ള വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ പ്രാദേശിക ഭിന്നതകൾ അല്ലെങ്കിൽ എതിർപ്പുകളൊക്കെ ഇനി ഈ അവസാന നിമിഷത്തിൽ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ ജയാനന്ദയുടെ പേരിൽ നിന്ന് സിപിഎം പിന്നോട്ട് പോകാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ഒപ്പം ഈ ML അശ്വിനിയുടെ നേതൃത്വത്തിൽ ഉയർത്തുന്ന ഈ വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെയും പടലപ്പിണക്കങ്ങളെയും കെ സുരേന്ദ്രൻ എങ്ങനെ മറികടക്കും? അരുൺ. ആര്യ, നിലവിലെ CPM-ൽ ഉയർന്നിട്ടുള്ള ഭിന്നത പരാതികൾ അത് പരിഗണിക്കാതെ നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉറ്റുനോക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെയാണ് ഈ സ്ഥാനാർത്ഥി തീരുമാനത്തിന് പിന്നാലെ വലിയ പ്രതിസന്ധി CPM-ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ CPM പരിഗണിച്ചിരുന്നത് ഷാനവാസ് പാദൂർ എന്ന പേരായിരുന്നു സ്വതന്ത്രനായി മഞ്ചേശ്വരത്ത് മത്സരിപ്പിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ പരിഗണിച്ചിരുന്നു. ഷാനവാസ് പാദൂർ മുൻ കോൺഗ്രസ് നേതാവാണ്, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. പ്രത്യേകിച്ച് UDF വോട്ടുകൾ പിടിച്ചെടുക്കാനും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിലൊക്കെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാകും ഷാനവാസ് പാദൂർ എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ചർച്ച ചെയ്തപ്പോഴാണ് ഷാനവാസ് പാദൂർ മത്സരിച്ചാൽ അത് BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഒരുങ്ങും എന്ന വിലയിരുത്തലിലേക്ക് പോവുകയും KR ജയാനന്ദ എന്ന പേരിലേക്ക് ഒടുവിൽ ആ തീരുമാനം ഉണ്ടാവുകയും ചെയ്ത് അതിന് പിന്നാലെയാണ് DYFI ഉൾപ്പെടെ ശക്തമായ അതിർത്തിയുമായി അല്ലെങ്കിൽ എതിർപ്പുമായി രംഗത്ത് വരുന്ന സാഹചര്യമുള്ളത്. പ്രാദേശിക കമ്മിറ്റികളെല്ലാം ഇതിലിപ്പോൾ എതിർപ്പുമായി, പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേരിട്ട് പ്രവർത്തകരെത്തി പരാതി നൽകുന്ന സാഹചര്യമാണുള്ളത്. അത് CPM-ൽ ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ CPM-ൽ ഒരു അസാധാരണമായ സാഹചര്യമാണ് മഞ്ചേശ്വരത്ത് ഉണ്ടായിട്ടുള്ളത്. അത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നേതൃത്വം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഷാനവാസ് പാദൂരിനെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഇന്നലെ വീട്ടിൽ പോയി കാണുകയും ഇക്കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഷാനവാസ് പാദൂർ പറയുന്നത് പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കണം, മത്സരിപ്പിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് ഷാനവാസ് പാദൂർ ഉള്ളത്. ഷാനവാസ് പാദൂരിനൊപ്പം കൂടുതൽ പ്രവർത്തകർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇതെങ്ങനെ പരിഹരിക്കും എന്നതാണ് CPM-ന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. BJP-യിലേക്ക് എത്തിയാൽ BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെയാണ് വീണ്ടും കളത്തിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. ഇത്തവണ ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നേരത്തെ തന്നെ സുരേന്ദ്രൻ മണ്ഡലത്തിൽ സജീവമാവുകയും പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. എന്നാൽ മഞ്ചേശ്വരത്ത് ആദ്യം പരിഗണനയിൽ ഉണ്ടായിരുന്ന പേര് ജില്ലാ അധ്യക്ഷയായിട്ടുള്ള ML അശ്വിനിയുടേതാണ്. സ്ഥാനാർത്ഥിയാകുമെന്ന് അശ്വിനി പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് പെട്ടെന്ന് സുരേന്ദ്രന്റെ വരവുണ്ടായിരിക്കുന്നത്. അതിലാണ് ആദ്യഘട്ടം മുതൽ ആ ഭിന്നതയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ പ്രാദേശിക തലത്തിൽ പരിപാടികൾ നടത്തിവരികയാണ്, വിവിധ പരിപാടികൾ നടത്തുന്നുണ്ട്. ആ പരിപാടികളിലൊന്നും തന്നെ പങ്കെടുപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ അതൊന്നും അറിയിക്കുന്നില്ല എന്നതാണ് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ML അശ്വിനി പറയുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഇൻചാർജ് ചുമതല ML അശ്വിനിക്കുണ്ട്. ആ ഇൻചാർജ് ചുമതല ഉണ്ടായിട്ട് പോലും ആ പരിപാടികൾ അറിയിക്കുന്നില്ല. ജില്ലാ അധ്യക്ഷ എന്ന നിലയിൽ അത്തരം യോഗങ്ങളിലൊന്നും തന്നെ പങ്കെടുപ്പിക്കുന്നില്ല എന്നതാണ് അശ്വിനിയുടെ പരാതി. കഴിഞ്ഞ ദിവസം നടന്ന BJP-യുടെ ജില്ലാ കോർ കമ്മിറ്റി യോഗത്തിൽ ഈ പരാതി ഉന്നയിക്കുകയും ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഇൻചാർജ് ചുമതലയിൽ നിന്ന് തന്നെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മഞ്ചേശ്വരം, കുമ്പള മണ്ഡലങ്ങളിലെ പ്രഭാരിമാരും രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. കെ സുരേന്ദ്രൻ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു, പരിപാടികൾ നടത്തുന്നു എന്നതാണ് ഒരു വിഭാഗത്തിന്റെ അതൃപ്തി. കെ സുരേന്ദ്രൻ ഈ ഭിന്നത നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. പ്രാദേശിക തലത്തിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തി വന്നിരുന്നു. പക്ഷേ അത് ഫലം കണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
സുരേന്ദ്രനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ പോലെ അത്തരത്തിൽ ഒരു ശക്തമായ മത്സരത്തിലേക്ക് പോകുമെങ്കിലും വിജയം എന്നുള്ളത് അത് വലിയ ഒരു കടമ്പയായി മുന്നിൽ നിൽക്കുകയാണ്. കാരണം AK മഷറഫ് എന്ന MLA ശക്തനാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ, കഴിഞ്ഞ 5 വർഷത്തേക്കാൾ മണ്ഡലത്തിൽ വലിയ സജീവമാണ്, ശക്തനാണ്. അപ്പോൾ AK മഷറഫിനെ പോലെയുള്ള ഒരാളെ മറികടക്കുക അല്ലെങ്കിൽ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ കടമ്പയാണ്. അപ്പോൾ ആ കടമ്പ മുന്നിൽ നിൽക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സുരേന്ദ്രനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്, നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. അതെങ്ങനെ പരിഹരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.